ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഡേ ടു സെപ്റ്റംബർ 2 സമയം ഏകദേശം 9:16 അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡ് എടുക്കാനായിട്ടില്ല, എൻ്റെ വ്യൂ ഒന്ന് ഷെയർ ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 54,000 ലെവലിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവൽ നമുക്കൊന്ന് മനസ്സിലാവും. ഈ ഒരു ദിവസം 29-ാം തീയതി ഒരു തവണ ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഒന്ന് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞ് അത് ഫെയിൽ ആവുകയാണ് ചെയ്തത്. ആ ഒരു ലെവലിൽ നിന്ന് സെല്ലേഴ്സ് വീണ്ടും മാർക്കറ്റിനെ ബാങ്ക് നിഫ്റ്റിനെ താഴോട്ട് കൊണ്ടുവന്നു. എഗെയിൻ നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിനെ എഗെയിൻ 54,000 കൊണ്ടുവന്നു, റെസിസ്റ്റൻസ് എടുത്തു, സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവായി, മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു. പിന്നീട് സ്ലോലി ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം 54,000 അടുത്താണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഇന്ന് നോക്കുവാണെങ്കിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് എഗെയിൻ സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, 54,000 ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്ന് സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി റിസെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റി വളരെ പോസിറ്റീവിലായിരുന്നു, വളരെ സ്ട്രോങ് മൂവ്മെൻ്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒന്ന് അപ്സൈഡിലോട്ട് പോയി എഗെയിൻ സെല്ലേഴ്സ് താഴോട്ട് വന്നു. പിന്നീട് സ്ലോലി ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് മാർക്കറ്റിനെ 54,000 അടുത്തായിട്ട് ക്ലോസിംഗ് ചെയ്യിപ്പിച്ചായിട്ട് കാണാൻ കഴിഞ്ഞ ദിവസം. സോ ദാറ്റ് മീൻസ് ബയേഴ്സ് ഇൻ ചെയ്തിട്ടുണ്ട്, ബയേഴ്സ് സ്ലോലി വരുന്നുണ്ടെന്ന് പറയാം. റൈറ്റ്. പിന്നെ ഈ ഒരു ഹയർ ലോ ഫോർമേഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത ലോയിൻ്റെ മുകളിലാണ് നെക്സ്റ്റ് ലോയിൻ്റെ മുകളിലാണ് നെക്സ്റ്റ് ലോ. ദാറ്റ് മീൻസ് ഹയർ ലോ ഫോർമേഷൻ. ദാറ്റ് മീൻസ് ബയേഴ്സ് സ്റ്റെപ്പിംഗ് ചെയ്തതായിട്ട് കാണാം. അപ്പം ആ ഒരു ബയേഴ്സിൻ്റെ സൈക്കോളജിയിലാണ് ഞാൻ ഇന്നൊരു ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ബയേഴ്സിന് ഇപ്പം 54,000 ലെവലിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ സെല്ലേഴ്സിൻ്റെയൊക്കെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ബയേഴ്സ് മാക്സിമം അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ബട്ട് ഫെയിൽ ആവുകയാണ് ചെയ്തത്. ബട്ട് റീസെൻ്റ്ലി നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എഗെയിൻ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ആ ഒരു റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് സെല്ലിംഗ് പൊസിഷൻ എടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അല്ലേ. ഈ മാർക്കറ്റ് വീണ്ടും കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈൻ്റെ താഴോട്ട് വന്നു, ചെറിയ വീക്ക്നെസ് കാണുന്നുണ്ട് റീസെൻ്റ്ലി. അപ്പോൾ നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സ് പുട്ട് ഓപ്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് വീണ്ടും 54,000 ലെവലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് നോർമലി അവരുടെ സ്റ്റോപ്പ് ലോസസ് അവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവർ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റൈറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു റിസെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചറും 54,000 സൈക്കോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എൻട്രി എടുക്കാൻ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ചുകൂടി ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗീസ്, അപ്പോൾ കുറച്ച് സമയമായി ഓപ്പൺ ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള ഒരു റിജക്ഷൻ, അക്സെപ്റ്റൻസ് സൈൻ, ബയേഴ്സിൻ്റെ അക്സെപ്റ്റൻസ് സൈൻസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിൽസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും എൻ്റെ ട്രേഡ് ഞാനിവിടെ പ്ലാൻ ചെയ്യുകയാണ്. ഓൾറെഡി ബുള്ളിഷ് വ്യൂ ആണ് ഉള്ളത്, ആൻഡ് അതിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള ബയേഴ്സിൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള ബയേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കുകയാണെങ്കിലും നോർമലി ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും കൂടുതൽ പേരും ബൈ എൻട്രി എടുക്കുക, പുതിയ ബയേഴ്സ്. സോ ഞാനും അവരുടെ കൂടെ ഒരു ട്രേഡ് ഇവിടെ പ്ലാൻ ചെയ്യാൻ നോക്കുകയാണ്. ഒരു പിൻബാർ ക്യാൻഡിലാണ് ഫോർമേഷൻ ഇപ്പം നടത്തിയിരിക്കുന്നത്. ഓക്കെ, 3 മിനിറ്റിൽ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ട്രേഡ് എടുത്ത ഉടനെ തന്നെ നെഗറ്റീവിലാണ് കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ട്രേഡ് എടുത്ത ഉടനെ തന്നെ നെഗറ്റീവിലോട്ട് പോകുന്നത്. ഓക്കെ, സോ സിമ്പിൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സിംഗ് ലോൻ്റെ താഴെ കീപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ലെവലിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. റൈറ്റ്. ദെൻ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും 54,000 ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യും. ആൻഡ് ഇന്നത്തെ ഡേ ഹൈയിൽ ഒരു പ്രശ്നമുണ്ട്, അതായത് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് 5 ഇയേഴ്സിൻ്റെ ചാർട്ടാണ്. ട്രേഡിംഗ് വ്യൂവിൽ ഡേ ഹൈ കുറച്ച് വ്യത്യാസമൊണ്ട്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ ആണ് കുറച്ചുകൂടി അക്യുറേറ്റ്, ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുക. അപ്പം ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാം. ആൻഡ് എനിവേ ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ നോക്കിയിട്ട് എൻ്റെ എക്സിറ്റ് പ്ലാൻ ചെയ്യും. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്ലാനാണ്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ട്രേഡ് എടുത്തിട്ട് ഇപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 54,000 ലെവലിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് വരണമെങ്കിൽ എന്താണ്, ഓൾറെഡി സെല്ല് ചെയ്ത ആൾക്കാർ പേടിച്ച് എക്സിറ്റ് ചെയ്ത് മാറണം, എങ്കിലേ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുള്ളൂ അല്ലേ. നെക്സ്റ്റ് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ബയേഴ്സിനെ കൊണ്ട് മാത്രം പറ്റില്ല. ഓൾറെഡി സെല്ലിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാർ സ്ക്വയർ ഓഫ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് മൊമെൻറ്റം പ്രീമിയത്തിൽ സ്പൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെല്ലേഴ്സ് എന്തായാലും എക്സിറ്റ് ചെയ്യും. കാരണം ഇപ്പം ഞാനാണ് ഒരു സെല്ലിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്നത് വിചാരിക്കാം, ഓവർനൈറ്റ് പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാർക്കറ്റ് 54,000 ലെവലിൻ്റെ മുകളിലോട്ട് വീണ്ടും ക്ലോസിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് എനിക്കൊരു പേടി വരും.
അപ്പം അതേ പേടി എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അപ്പം അവർ സ്ലോലി അവിടെ നടക്കുന്ന ക്യാൻഡിലൊക്കെ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ വെയിറ്റിംഗ്. ഓക്കെ ഗേസ്, അപ്പം നമ്മുടെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റൈറ്റ് എക്സ്പെക്ട് ചെയ്ത പോലുള്ള മൂവ്മെൻ്റ് ആണ്. ട്രേഡ് എടുത്തിരുന്നത് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ കൂടിയാണ്. ഈ ഒരു പിൻബാർ ക്യാൻഡിലാണ് എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത്. സൈക്കോളജി ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഡേ ഹൈ വരെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ട്രേഡുകൾ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് പൊസിഷൻ എടുക്കുന്നത്, കാര്യങ്ങളൊക്കെയാണ്. ടെക്നിക്കൽ അനാലിസിസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൂടെ. കാരണം സെറ്റപ്പുകൾ പല ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ട്രേഡ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിഫ്റ്റി നല്ല പോസിറ്റീവിലാണ്. ഹൈ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. എക്സിറ്റ് പ്ലാൻ നോക്കാം. എക്സിറ്റ് ബട്ടൺ റെഡിയാക്കിയിട്ടുണ്ട്. മേ ബി ഒരു സ്പൈക്ക് കൂടി കിട്ടുമോ നോക്കാം. കാരണം ഡേ ഹൈ വരുന്ന സമയത്ത് നോർമലി അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഇന്നത്തെ ഡേ ഹൈ ഓൾറെഡി ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഞാൻ ഓൾറെഡി ബൈ ചെയ്തിരുന്ന ബയറാണ്, അപ്പോൾ എനിക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതേപോലെ ഓൾറെഡി മുൻപ് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതുപോലെ തോന്നും, ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക്. സെല്ലേഴ്സ് ഡേ ഹൈ ആണ്, അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സൊക്കെ ആക്റ്റീവ് ആവും. റൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുമോ എന്നുള്ളത്. കാരണം ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ഒക്കെ വരുവാണെങ്കിൽ മേ ബി പ്രോഫിറ്റ് വളരെയധികം കുറഞ്ഞു വരും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഇമോഷണലി ആവും, ലോജിക്കലൊക്കെ മാറി ഇമോഷണൽ ആവും. അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല. സോ അതിൻ്റെ പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് നിയർലി ഒരു 99 പോയിന്റ്. റൈറ്റ്, സോ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.